കോൺഗ്രസ് സർക്കാരുകളുടെ നേട്ടങ്ങളാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് അടിത്തറയായിട്ടുള്ളതെന്നും നിലവിലെ കേന്ദ്ര സർക്കാരിന് രാജ്യത്തിന് കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നും MLA VS ജോയ് പറഞ്ഞു. കടകശ്ശേരി മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെയും SSLC +2 വിജയികൾക്കുള്ള അനുമോദന ചടങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാത്തിമ ഹന്ന എ, മഹദിയ പി, ഷിബില, അർച്ചന മോഹൻദാസ്, ആരെങ്കിലും +2 SSLC പരീക്ഷയിൽ വിളിക്കാത്തവരുണ്ടെങ്കിൽ വിട്ടുപോയവരുണ്ടെങ്കിൽ വന്ന് ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുകയാണ്. ഈ പ്രദേശത്തെ പ്രബുദ്ധരും അദ്ഭുതരുമായ ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കൾ, ഈ കടകശ്ശേരി പ്രദേശത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന പ്രിയപ്പെട്ടവർ, വിദ്യാർത്ഥികളായ നാടിന്റെ ഭാവി പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു ഓഫീസിന്റെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുന്ന കടകശ്ശേരിയുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഓഫീസായിട്ടല്ല, കടകശ്ശേരിക്കാരുടെ മുഴുവൻ ഓഫീസായി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എന്ത് വിഷമം വന്നാലും അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരിടമായി ഈ ഓഫീസ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ ഒട്ടേറെ ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ലോകത്തിൽ 3 നൂറ്റാണ്ട് കണ്ട ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 19-ാം നൂറ്റാണ്ടിൽ പിറവിയെടുത്ത് 20-ാം നൂറ്റാണ്ടിൽ ഇതിഹാസം ഗർജിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൽ നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. 450 കൊല്ലക്കാലത്ത് കൊളോണിയൽ ഭരണകൂടത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ച് രാജ്യത്തെ സ്വാതന്ത്ര്യം നൽകിയത് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്വ രാജ്യമാക്കി ഇന്ത്യ മാറ്റിയത് കോൺഗ്രസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ലിഖിത ഭരണഘടന ഈ രാജ്യത്തിന് നൽകിയത് കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന രാജ്യമാക്കി മാറ്റിയത് 947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ 38 കോടി പട്ടിണി പാവങ്ങളുടെ രാജ്യമായിരുന്ന ഇന്ത്യ രാജ്യം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, അന്ത്യോറയം കുറയാൻ കുറയില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ, അഷ്ടി കണ്ണമില്ലാതെ, വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കുവാൻ മരുന്നില്ലാതെ, കൊടുക്കുവാൻ ഗുളികയില്ലാതെ, അങ്ങനെ ഈ രാജ്യത്ത് കഷ്ടപ്പെട്ടിരുന്ന 38 കോടി പട്ടിണി പാവങ്ങളുടെ രാജ്യമായിരുന്ന ഇന്ത്യ രാജ്യത്തെ ഇന്ന് കാണുന്ന രാജ്യമാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ന് നരേന്ദ്രമോദി പറയും, ഞങ്ങളാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്. ഇന്നലെ രാത്രി പെയ്ത മഴയത്ത് ഇന്ന് രാവിലെ പൊട്ടിമുളച്ച് തകര എന്ന് വിളിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തിന് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ വളർത്തിയതും ഉയർത്തിയതും കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രതാപശാലികളായ പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്തത്. ആ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ നെറുകയിൽ നിന്ന് നിരങ്ങാനല്ലാതെ ഈ രാജ്യത്തിന് ഒരു സംഭാവനയും ചെയ്യാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് രാജ്യം മുഴുവൻ വലിയ പ്രതിഷേധമാണ്. രാജ്യത്തിന്റെ തെരുവീതികൾ ഇന്ന് കത്തുകയാണ്. ഡൽഹിയിൽ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജുന ഖാർഗെയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. നമ്മുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഇപ്പോൾ ഡൽഹിയിൽ സമരമുഖത്താണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ഡൽഹിയിൽ സമരരംഗത്താണ്. PC വിശ്വനാഥ് അറസ്റ്റിലാണ്. നമ്മുടെ നേതാക്കന്മാരൊക്കെ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? പ്രിയപ്പെട്ടവരെ, രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഈ രാജ്യത്ത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. മതേതരത്വത്തെ കൂട്ടക്കുരു നടത്താൻ ശ്രമിക്കുകയാണ്. ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഭാഷ
ഭാഷയുടെ പേരിലും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ? ലോകത്തുള്ള എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുള്ള എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുള്ള എല്ലാ വർഗങ്ങളും വർണ്ണങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രത്യേകത വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം. ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതയാണ് ഇന്ത്യയുടെ പ്രത്യേകത. ലോകത്ത് മറ്റ് രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? ഒന്നെങ്കിൽ ഒരു മതം മാത്രമുള്ള കൂട്ടായ്മയാണ് രാജ്യം, അല്ലെങ്കിൽ ഒരു ജാതി മാത്രമുള്ളവരുടെ കൂട്ടായ്മയാണ് രാജ്യം, അല്ലെങ്കിൽ ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ കൂട്ടായ്മയാണ് രാജ്യം, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് രാജ്യം. ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെ, കത്തിയവാർ മുതൽക്ക് കാമരൂപം വരെ, നാഗാലാൻഡ് മുതൽക്ക് നാഗർകോവിൽ വരെ, ആസാം മുതൽക്ക് ആൻഡമാൻ വരെ, ലഡാക്ക് മുതൽക്ക് ലക്ഷദ്വീപ് വരെ നിങ്ങളോട് കണ്ണോടിച്ച ലോകത്തുള്ള എല്ലാ മതങ്ങളും ജാതികളും ഭാഷകളും വർഗങ്ങളും വർണ്ണങ്ങളുമുള്ള ഒരു മണ്ണാണ്, വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മണ്ണാണ്. ചടങ്ങിൽ CPM-ൽ നിന്നും കോൺഗ്രസിൽ ചേർന്ന പ്രവർത്തകരെ MLA ത്രിവർണ്ണ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CP അബ്ദുള്ള അധ്യക്ഷനായി. VP അഷ്റഫ് സ്വാഗതവും KP സൈതലവി നന്ദിയും പറഞ്ഞു. DCC വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി, UDF മണ്ഡലം ചെയർമാൻ AP സദാനന്ദൻ, മണ്ഡലം പ്രസിഡന്റ് C ഹരീന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഭിനവ്, സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. CNTV എടപ്പാൾ.